അവിടെ നിന്ന് വന്നു. പിന്നെ ഈ അന്നത്തെ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് കയറ്റി നിർത്തി. കാലാവസ്ഥയുടെ ചേഞ്ച് വ്യത്യാസം വന്നപ്പോഴാണ് എനിക്ക് ആ ബുദ്ധിമുട്ട് വന്നത്. കാരണം അല്ലെങ്കിൽ പണിക്കൊക്കെ പക്കാ ഇതായിരുന്നു. കാരണം ഈരാറ്റുപേട്ടയിലെ കുന്നും മലയും കയറി ഇറങ്ങി ആ പാറക്കെട്ടിൻ്റെ ഇടയ്ക്കിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, ആ കല്ലുകളുടെ ഇടയുടെ മുകളിലൂടെയൊക്കെ തടി വലിച്ച് കയറ്റി കൊണ്ടുവന്ന് അത്രയും പണിക്ക് ഭയങ്കര സമർത്ഥനായിട്ടുള്ള ഒരു ആനയായിരുന്നു എന്ന് പറയണ കേട്ടെ. പിന്നെ പക്കി എന്ന് പറഞ്ഞ ഒരു ചേട്ടനായിരുന്നു അദ്ദേഹമായിരുന്നു ഇതിൻ്റെ പാപ്പാൻ. കുറേ കാലങ്ങളായിട്ട് പുള്ളിയായിരുന്നു. പുള്ളി മാറിയതിന് ശേഷം ആനയ്ക്ക് പിന്നെ അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് അതൊരു നല്ല രീതിക്ക് അങ്ങനെ പരിപാടികളൊക്കെ എടുത്തിരുന്നു, കൊണ്ട് നടന്നിരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അന്ന് പുള്ളി കൊണ്ട് നടക്കുന്ന സമയത്ത് ആനയും പുള്ളിയായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു, സിറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ആളെ എവിടെയാണ് എന്താണെന്നൊക്കെ ഞാനിങ്ങനെ അന്വേഷിച്ചിരുന്നു. ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ആ ഭാഗത്തുള്ള ഒരു പയ്യൻ, ഒരു സുഹൃത്തുണ്ട് അർജുൻ എന്ന പേര്, അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ ചാന്താനിക്കാട്ട് സുനിന്ദ എന്ന് പറഞ്ഞ ആനയുടെ കൂടെ രണ്ടാം പാപ്പാനായിട്ട് ഇപ്പോൾ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം പുള്ളിയൊക്കെ ഇത്രയും സർവീസും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആനപ്പാപ്പാമാരൊക്കെ പിന്നെ പണിയൊക്കെ ഒരേ ആനകളുടെ കൂടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ജീവിതം തള്ളി നിൽക്കുകയാണെന്ന് അറിയുമ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ട്. പിന്നെ സന്തോഷം, ഇവരൊക്കെ നല്ല നല്ല ആനകൾ കയറി അല്ലെങ്കിൽ ഇവിടെ വീണ്ടും രംഗത്തേക്ക് പഴയ പോലെ തന്നെ. അതിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പണിക്കാരനാണ് അദ്ദേഹത്തെ. ഇങ്ങനെ ഈ ആനയുടെ കൂടെ ഇങ്ങനെ രണ്ടാം പാപ്പാനായിട്ടുണ്ട്. ആന അഴിക്കാനൊക്കെ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാർക്ക് ആനയുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇരുത്തം വന്ന ആനക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ജോലി കിട്ടുവാണെങ്കിൽ വളരെ നല്ല കാര്യം. അപ്പോൾ കാളിദാസനാനെ കുറിച്ചിട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ അർജുനാനെ കുറിച്ച് പറയണേക്ക് മുമ്പ് കാളിദാസനെയും കൂടി കുറിച്ച് ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അവരെ അവിടെ ആക്കി എന്നെ മാനുവേട്ടൻ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ പിള്ളേരെ കുറ്റിക്കോടനെ വിളിച്ചോടാ, ഞാൻ വീണ്ടും ഇവിടെ എത്തി, നീ വരണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അളിയാ ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല, ഞാൻ ഇവിടെ എനിക്ക് മംഗലാകുന്നത് ഒരു ആന ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിടാ നീ എന്നാൽ പിന്നെ അങ്ങനെ അവിടെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ പരിന്ത് വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, വിഷ്ണു എന്നാ പേര്, പരിന്ത്. അവൻ മറ്റേ മലപ്പുറം സ്വദേശിയാണ്. അപ്പോൾ അവൻ വന്നു, അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ വന്നു. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ സമ്പരം എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു, അവനും വന്നു. അപ്പോൾ ഇവർ രണ്ടാളും തലേദിവസം അവിടെ എത്തി. അവിടെ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ അപ്പുറത്തെ കോമ്പൗണ്ടിൽ ഒരു ചെറിയൊരു ഷെഡുണ്ട്. ഷെഡല്ല, ഒരു വീടല്ല, ഒരു റൂം ഉണ്ട് നമുക്ക് താമസിക്കാൻ. അപ്പോൾ അപ്പുറ സൈഡിലായിരുന്നു ആനയെ കെട്ടിക്കൊണ്ടിരുന്ന റബ്ബർ പുറമിൽ. ഞാൻ അവിടെ ചെന്ന് ആനയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശരീരമായിട്ട് ഞാൻ വരുമ്പോൾ നടന്ന ആന ഇതിൻ്റെ ഇടയിൽ വേറെ ഒന്ന് രണ്ടാൾക്കാരെ ആന അഴിച്ച്, അത് ഞാൻ പേര് പറയുന്നില്ല, അവരഴിച്ച്. പിന്നെ ആനയുടെ അന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിൽ, ആ അമ്പലത്തിൻ്റെ അവിടെയായിട്ട് മുകളിൽ ഭാഗത്തൊരു മുറിവുണ്ടായിരുന്നു, ഒരു മൂത്രമുള്ള ഒരു മുഴ പോലെ ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നിറച്ച് പഴുപ്പും കാര്യങ്ങളും. പിന്നെ ആകെ എല്ലാ സ്ഥലത്തും മുറിവായിട്ട് അങ്ങനെ നിന്ന് ആന ഭയങ്കര ക്ഷീണമായി. എന്തിനു പറയണു, ഞാൻ ചെന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി എനിക്ക്. അപ്പം ഞാനവിടെ ചെന്ന് അച്ഛൻ സ്വാമിയുടെ അടുത്ത് പോയി, അമ്പലത്തിൽ പോയി തൊഴുതു. അച്ഛൻ സ്വാമിയുടെ അടുത്ത് തോട്ടിമടിയും വാങ്ങി, നേരിട്ട് അവിടെ നിന്ന് തന്നെ വാങ്ങി. അത് കഴിഞ്ഞ് ആനയുടെ തറിയിലേക്ക് ചെന്ന വഴി തന്നെ ആന പിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ അവിടെ ചെന്നാടാ അറിയോ എന്നാന്ന് ചോദിച്ച വഴി ആള് ഒന്നും മിണ്ടണില്ല, ഇങ്ങനെ തന്നെ നിന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക തന്നെ. അപ്പം ഞാൻ ബാക്ക് സൈഡിൽ കൂടെ കയറി ചെന്നുമല്ലേ, ഞാനെ അറിയോ എന്നാ വിശേഷം എന്നൊക്കെ ചോദിച്ചു. പാൽമൊന്നും പൊട്ടിച്ച വഴിയല്ല, അറ്റട്ടി ആ മരുന്നിന് മേത്തുകൊണ്ടില്ല. എനിക്കറിയാം ആന അടിക്കുന്നുള്ളത്. ഞാൻ ചാടി മാറി. അത് കഴിഞ്ഞിട്ട് സാധാരണ ചെയ്യണ പോലെ തന്നെ വടിയെടുത്തു, 2 കുഞ്ഞി പട കൊടുത്തു, ചാടി ഇരുന്നു, കിടന്നു. അങ്ങനെ എന്നെ അഴിച്ച് നേരെ ആ പറമ്പിൻ്റെ അവിടെ നിന്ന് മാറ്റി നിർത്തി കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ നേരെ ചങ്ങലയൊക്കെ സാധനങ്ങൾ ബന്ധോസും കാര്യങ്ങളെല്ലാം ചെയ്ത് താഴത്ത് ഒരു പുഴയ തോടുണ്ട്, ആ തോട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ആന വെള്ളം ഇങ്ങനെ മുക്കി ഒരു 10-18 കൈ വെള്ളം അങ്ങനെ കുടിച്ചു. ആന വായി നിറച്ച് മുക്കി ആന കുടിച്ചു. അങ്ങനെ തന്നെ ഇരിക്കാൻ പറഞ്ഞു, വെറുതെ ഒന്ന് ചെളിയൊക്കെ ഒന്ന് കളഞ്ഞു. അപ്പോൾ ആകെ മുറിവ് കാര്യങ്ങളൊക്കെ ആയി. അത് കഴിഞ്ഞ് കൊണ്ടുവന്ന് നോക്കി, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് ചെയ്യാനായിട്ട് തൊടാൻ ആന സമ്മതിക്കുന്നില്ല. അതായത് ഈ മുറിവുമ തൊടുമ്പോഴത്തേക്ക് ആന വാലിനടിക്കുക ഇതാക്കാനോ നമ്മളെ തൊടാൻ സമ്മതിക്കില്ല. ആകെ മുറിവാണ്. അതായത് എന്താണ് നരിമുട്ടിൻ്റെ അവിടെ ആനമുട്ടിൻ്റെ ഭാഗത്തൊക്കെ നല്ല മുറിവ്. പിന്നെ കന്നത്ത് 2 സൈഡ് പൊട്ടി.
ഭയങ്കര ഒരു തുള പോലെയായിരുന്നു. ഭയങ്കര തുളയായിരുന്നു അത് രണ്ട് സൈഡും. അവിടെ മുറിവ്, പിന്നെ ഒട്ടുമിക്ക സ്ഥലത്തും മുറിവ് തന്നെയായിരുന്നു ആനയ്ക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ പണി തുടങ്ങുകയാണ്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീറ്റ വെട്ടി പിന്നെ പട്ടയം വണ്ടിക്ക് ഇറക്കണ പരിപാടിയോ വണ്ടിയിൽ കൊണ്ടുവന്ന് തീറ്റ ഇറക്കണ പരിപാടിയൊന്നും ഇല്ല അന്നുമില്ല. ഞാൻ ഇന്നുമില്ല. ഞാൻ ഇന്നും അന്നുള്ള പട്ട വെട്ടി പോവും. രാവിലെ ആനയും കൊണ്ട് രാവിലെ പോവും. അമ്പലത്തിൽ പിന്നെ ഈ കോഴി കുരുതി അതുമാതിരി തന്നെ കോഴീന്ന് ഒഴിഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള ഒരു പരിപാടി ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴിയെല്ലാം കൂടെ അവിടെ തന്നെ നേദ്യം പോലെ ഒരു പ്രത്യേക ടേസ്റ്റ് അതിന് അവിടെ അമ്പലത്തിൽ. നാടൻ കോഴി, അത് വർഷകാല സമയമല്ലേ, ഒരു ജൂൺ മെയ് അല്ല, ജൂൺ ആയിട്ടില്ല, ഒരു മഴ പെയ്തു തുടങ്ങിയ സമയം. അത് കഴിഞ്ഞ് രാവിലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കഞ്ഞിയുണ്ട്. കഞ്ഞി കുടിക്കുക. ഞങ്ങൾ പണിക്കാർ കുറേ പണിക്കാരൊക്കെ ഉള്ളതാണ്. കുറേ പറമ്പിലെ ആൾക്കാരും പണിക്കാരും അമ്പലത്തിലെ ആൾക്കാരും എല്ലാവരും അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കണേ. അവരുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ ഒരു ടേബിളുണ്ട്. ടേബിളിനകത്ത് ഭക്ഷണം അങ്ങനെ ആവശ്യമുള്ളത് ഇങ്ങനെ കൊണ്ടുവയ്ക്കും. ചിക്കനൊക്കെ ഈ മറ്റേ ഈ ബേസനിൽ, ഈ സ്റ്റീലിൻ്റെ ബേസനിലാണ് കൊണ്ടുവയ്ക്കുക. ചിക്കൻ കഴിക്കാനുള്ളത് കൊണ്ടുവയ്ക്കും. ഞങ്ങൾ മേനയ്ക്ക് കഴിക്കും ഫുഡ്. രാവിലെ തന്നെ ഞാൻ അതിരാവിലെ 5 മണിയാകുമ്പോൾ എണീക്കും. അത് കഴിഞ്ഞ് വ്യായാമം ചെയ്യും. അത് കഴിഞ്ഞ് പുഴയിൽ പോവും. നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ പുഴയിൽ നിന്ന് തന്നെ കുളിച്ച് ഷർട്ട് മുണ്ടൊക്കെ അലക്കി വൃത്തിയാക്കി വന്ന് നേരെ അവിടെ വരും. കഞ്ഞി കുടിക്കും. കഞ്ഞികുടി മറ്റേ ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അതുകൊണ്ട് കഞ്ഞിയൊക്കെ ആവും. അപ്പം അങ്ങനെയായി. എൻ്റെ ശരീരമൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ പെൻസിൽ പോലെയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുഡ് അടി കണ്ട് തുടങ്ങി. ശരീരമൊക്കെ നന്നായി. പിന്നെ ആനയായിട്ട് നല്ല കമ്പനി ആയിരുന്നല്ലേ. രാവിലെ ആന കഴിക്കും, പോവും. അവിടെ 2 വർഷം മരണ്ടെന്ന് പറയും, പോവും. അവിടെ ചെല്ലും, പുറത്ത് കയറും. ആന മരമൊക്കെ വലിച്ച് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഈ മരങ്ങളുടെ ഇടയ്ക്കിടെയൊക്കെ മരം വലിച്ച് നമ്മളിങ്ങനെ ചാല് നോക്കി മരം വലിച്ച് ആന ബാക്കോട്ട് തിരിഞ്ഞും ഫ്രണ്ടിലേക്ക് തിരിഞ്ഞ് വരുമ്പോഴൊക്കെ ആനക്കാരന് അത്ര അധികം മേത്തൊരു ഇല പോലും കൊള്ളാതെ ആന അത് കറക്റ്റായിട്ട് നോക്കി ആന വലിച്ചു കൊണ്ടുവരും. അതുമാതിരി മുകളിൽ കയറി പണിയാനും ആദ്യത്തെ ഒരു കഷ്ണത്തിന് മാത്രം ആള് കുറച്ച് അഭ്യാസമൊക്കെ കാണിക്കും. അപ്പം നമ്മളാണെന്ന് അങ്ങോട്ട് അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആള് പക്കയാണ്. ഞാൻ അവിടെ അത്യാവശ്യം പണിതീർന്നു. പണിയും എന്നിട്ട് ഒരു പനയുടെ പട്ട അല്ലെങ്കിൽ 1.5 പനയുടെ പട്ട വെട്ടി താങ്ങി അങ്ങനെ തന്നെ കയറും വെച്ച് കെട്ടി താങ്ങി ആ തീറ്റ കൊണ്ടുവന്നിട്ട് ആ തറിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വയ്ക്കും. വെച്ചിട്ട് നേരെ പുഴയിലേക്ക് പോകും. ആ പുഴയിൽ ചെന്ന് പുഴയിൽ കൊണ്ടുപോയി ഇരുത്തും. നല്ല കണ്ണീര് പോലത്തെ വെള്ളമല്ലേ, ആ ആവശ്യത്തിന് ആന കുടിക്കും. അത് ഞാൻ കിടത്തി കഴുകി മണ്ണിറക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ആന ഒരു കുറച്ച് ദിവസമായി, ഒരു 5-10 ദിവസം ആയപ്പോഴത്തേക്കും ആന വ്യത്യാസം വന്നു തുടങ്ങി. പിന്നെ മുറിവിൽ ആന തൊടിയിക്കണില്ല. അപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്ത് വെള്ളമായി തുടങ്ങിയിട്ടുണ്ട് സമയമൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പം നമ്മൾ കഴുകണ ആ ഭാഗത്ത് മാത്രം ഒരു കുറച്ച് നമുക്കൊരു ഏതാണ്ട് മുട്ടിന് താഴേക്ക് മുട്ടിനൊക്കെ വെള്ളമുള്ളൂ. പക്ഷെ ആ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴിയാണ്. അപ്പം ഞാൻ ഈ ആനയുടെ മുറിവിന് മരുന്ന് വയ്ക്കാനായിട്ട് യാതൊരു വകവിധ ഓപ്ഷനും ഇല്ല. കാരണം അതിൽ ആ സ്ഥലത്തേക്ക് ആന തൊടാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പം അതെന്ത് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ വെള്ളത്തിൽ കൊണ്ടുവന്ന് ആനേനെ നിർത്തി ഇങ്ങനെ കിടത്തി കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആനയുടെ ചെരുപ്പടിയിൽ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ വന്നിട്ട് മീനുകൾ ഇങ്ങനെ വന്ന് കൊത്തിക്കൊണ്ടിരിക്കുക. മുറിവുള്ള സ്ഥലങ്ങളിലൊക്കെ മീൻ വന്ന് കൊത്തി. അപ്പം ഈ അമരത്തിൻ്റെ അവിടെ ഒരു ഉള്ളിലൊക്കെ വന്നിട്ട് മീൻ ഇങ്ങനെ കൊത്തി എടുക്കണ കണ്ടപ്പോൾ പഴുപ്പ് ഉള്ളിൽ കയറിയിട്ട് കൊത്തിയിട്ട് പഴുപ്പ് എടുത്തിട്ട് മീൻ പോവുകയാണ്. അപ്പം എനിക്കൊരു ആശയം, അപ്പോൾ വെള്ളത്തിലിറക്കി നിർത്തി കഴിഞ്ഞ് മീൻ എല്ലാ ഭാഗത്തും കൊത്തൂല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ആനയുടെ പുറത്ത് കയറും. കഞ്ഞിടി കഴിഞ്ഞിട്ട് പിള്ളേരോട് പറയും, നിങ്ങൾ പോയി പട്ട വെട്ടി അയക്കും, ഞാൻ വന്നോളാന്ന് പറയും. അവർ പിക്കപ്പ് കൊണ്ട് അപ്പോഴത്തേക്കും അവിടെ ആരെങ്കിലും ഉണ്ട്, അവിടെ വണ്ടി ഉണ്ട്. അതുകൊണ്ട് അവർ പട്ടയ്ക്ക് പോകുമ്പോൾ ഞാൻ ആനയും കൊണ്ട് പുഴയിലേക്ക് ഇറങ്ങും. ഞാൻ ആനയുടെ മുകളിൽ കയറിയിരിക്കും. മുകളിൽ കയറിയിട്ട് ഏകദേശം ആനയുടെ കന്നം വരെ മുങ്ങാവുന്ന രീതിയിലുള്ള സ്ഥലത്തേക്ക് ആനേനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ ഒരു കുറച്ച് ഇല്ലിപ്പട്ടൽ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ കൊണ്ടുവന്നിട്ട് ആനേനെ കാലണിച്ചിട്ട് ഞാൻ ആനയുടെ മുകളിൽ തന്നെ ഇരിക്കും. ആന അങ്ങനെ ചങ്കുറ്റിക്ക് മുകളിൽ വെള്ളത്തിൽ, പിന്നെ ആന അങ്ങനെ വെള്ളത്തിൽ നിൽക്കും, ഇല്ലി ഒടിച്ച് തിന്നും. അങ്ങനെ ആന നിന്നു. അങ്ങനെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് അവിടെ കയറ്റി അങ്ങോട്ട് നിർത്തിയപ്പോഴത്തേക്കും മുറിവൊക്കെ നല്ല ക്ലീൻ നല്ല ചോപ്പ കളറായി. അത് വെച്ച് കഴിഞ്ഞാൽ പഴുപ്പ് കംപ്ലീറ്റ് മീനുകൾ കൊത്തിയെടുത്തു. അപ്പോൾ നല്ല ചോപ്പ കളറായി. പിന്നെ ചെല്ലിയ ബെറ്റാഡിൻ്റെ ലോഷൻ സിറിഞ്ചിൽ കയറ്റുക, ഒറ്റടി.
അത് പുറത്തേക്ക് വരുമ്പോൾ ഒരു പഞ്ഞി വെച്ച് അടക്കി. അങ്ങനെ ഏകദേശം ഒരു 1.5 മാസം കൊണ്ട് കംപ്ലീറ്റ് മുറിവുകൾ ഉണങ്ങി. ആന നല്ല ശരീരമൊക്കെ വന്നു. അന്നന്ന് വെട്ടുന്ന പട്ട, നല്ല വെള്ളം, നല്ല സുന്ദരമായ വെള്ളത്തിൽ കിടത്തി ഡെയിലിയുള്ള കഴുക്ക് കാര്യങ്ങൾ. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ പിന്നെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളെ കൊണ്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്ന ഉടമസ്ഥനെ ഞങ്ങളെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ കഴുകേണ്ട സമയത്ത് കറക്റ്റായിട്ട് കഴുകി, പരിപാലിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് പരിപാലിച്ച് ഞങ്ങൾ അങ്ങനെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ പിന്നെ അർജുനാനായിട്ട് ഞാൻ നല്ല ബന്ധമായി, നല്ല സിറ്റിംഗ് ആയി. എനിക്ക് പിന്നെ ഒരു ചങ്ങല പോലും വേണ്ട, ഒരു ഇട പോലും വേണ്ട. ഒരു മുട്ടങ്ങല മാത്രം എടുത്തിട്ടുണ്ട്, വേറെ ഒരു സാധനമില്ല. അങ്ങനെ ഏകദേശം ഒരു 1.5 മാസം അവിടുത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ വെച്ച് ശരീരമൊക്കെ കയറി, നല്ല ആനയും ശരീരം കയറി, നമ്മളും നല്ല ശരീരമൊക്കെ കയറി, നല്ല സെറ്റായി. വടക്കനാഥനിലേക്ക് കൊണ്ടുവരികയാണ്. വടക്കനാഥ ആനോട്ട് വന്നെടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് അങ്ങനെ മാനിച്ചാൻ്റെ അടുത്ത് വെച്ചാൽ അങ്ങനെ ചേട്ടാ അങ്ങനെ പറഞ്ഞു അതിനെന്താ പോവാൻ, നമുക്ക് പോയി എടുക്കാലോ, കുഴപ്പമില്ല. പക്ഷെ ആ കുറേ വർഷങ്ങളായിട്ട് ആന വടക്കനാഥ ഊട്ടെന്ന് പറഞ്ഞ സംഭവം ഞാൻ എടുത്തിട്ടേ ഇല്ല. അപ്പം ഇവിടെ നിന്ന് ആന അങ്ങോട്ട് പോകുമ്പോൾ ആന എല്ലും തോലായിട്ട് പോയ ആന പിന്നെ തിരിച്ച് വടക്കനാഥിലേക്ക് വരുമ്പോൾ വട്ടുള്ള വലയായിട്ട് വരുന്നത്. കാരണം 2 വനയുടെ പട്ടയൊക്കെ പുള്ളി തിന്നുക. അതുമാതിരി തന്നെ ഭയങ്കര ബുദ്ധിമാനായ ആനയാണ് ആ ആന. കൃഷ്ണൻ ചേട്ടനെ ആന, ഒന്നാം പാപ്പാനെ ഈ ആന ഉപദ്രവിക്കില്ല. ആന ഒരിക്കൽ പോലും ചട്ടക്കാരൻ എന്ന് പറഞ്ഞ പെറ്റ തള്ളയ്ക്ക് തുല്യമുള്ള ഒരു ആനയാണ്. അത് കൂടെ നിൽക്കണവരാണ് ആനയുടെ ഫുള്ള് വാശി. അത് ഞാൻ പുറകെ പറയാം. അത് കഴിഞ്ഞ് ആ ഭാഗത്ത് നാട്ടിലായാലും നല്ല ഇതായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ വടക്കനാഥ ഊട്ടിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പരിപാടിക്ക് ഞങ്ങൾ അവിടെ നിന്ന് കയറ്റി വരിക. വടക്കനാലിൽ വരുന്ന സമയത്ത് വന്ന് ഞങ്ങൾ ലോറി കയറ്റി. ഇത്ര ദൂരം ഉണ്ടല്ലോ, പാണ്ടിക്കാട് മറ്റേ നിലമ്പൂരിൽ. അപ്പം ഞങ്ങൾ തലേദിവസം രാവിലെ കയറ്റി ആനെ. ഏകദേശം ഒരു 9 മണിയൊക്കെ സമയമൊക്കെ ഇപ്പം കയറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ആണ് തലേദിവസം രാത്രിയാണോ രാവിലെയാണോ എന്നൊരു സംശയമുണ്ട്. അല്ല, രാത്രി കയറ്റിയത്. എന്നിട്ട് പിന്നെ ഒരു ചങ്ങായി ഇടന്ന് അവിടെ കച്ചറ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ ഓർത്തേ. രാത്രി ഞങ്ങൾ ആനേനെ കയറ്റാൻ ഒരു വഴിയിൽ കൊണ്ടുവന്നിട്ട് ലോറി ഇട്ടിട്ട് ഞങ്ങൾ ആനേനെ കയറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ആള് വഴി കൊണ്ടുവന്നിട്ടാണോ നിങ്ങൾ ആനയെ കയറ്റണേ, നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ വേറെ എവിടെയും കൊണ്ട് കയറ്റുന്നത് ചെറിയ വഴിയിൽ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര കച്ചറ ഉണ്ടാക്കി. മാനേട്ടൻ പറഞ്ഞു ഇജ്ജ് എൻ്റെ പണി നോക്കി പോടജ്ജ് എന്ന് പറഞ്ഞിട്ട്, ഇജ്ജ് ചിലക്കണ്ടെന്നൊക്കെ. പുള്ളിയുടെ അവിടുത്തെ അങ്ങനത്തെ ഒരു ഭാഷയുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. മലപ്പുറം സൈഡിലെ ഇജ്ജ് കൂടുതൽ ചിലക്കണ്ട, ഇജ്ജ് പോയിടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് കച്ചറയ്ക്ക് അത് വിട്ടു. അതിന് ഞങ്ങൾ ആന കയറ്റി വന്ന് പകുതി എത്തി കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ടയർ പൊട്ടില്ല, പഞ്ചറായി ഒരു സൈഡ്. എന്നിട്ട് ആന ഒരു സ്ഥലത്ത് ഇറക്കി നിർത്തി. എന്നിട്ട് ടയർ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെച്ചങ്ങല ഇല്ല, മുട്ടകല മാത്രമേ ഉള്ളൂ, കോലുമില്ല. അപ്പോൾ ഒരു പറമ്പിലേക്ക് കയറ്റി നിർത്തി. അപ്പോൾ റോഡ് സൈഡിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു വളവിൽ തന്നെ ഇറങ്ങി കിടന്നാർന്ന വണ്ടി. അപ്പം ആന അങ്ങനെ ഇറക്കി നിർത്തി. അവിടെ നിന്ന് ആന കുറച്ച് പുല്ലൊക്കെ പറിച്ച് തിന്ന് കാര്യങ്ങളൊക്കെ തിന്ന് അങ്ങനെ നിൽക്കുന്ന സമയത്ത് 2 അവന്മാർ വണ്ടി കൊണ്ടുവന്ന് ബാഗിൽ ഇട്ടിട്ട് ആന ലോറി ചെയ്ത് എന്ത് പറ്റിയേ, പഞ്ചറായെന്ന് പറഞ്ഞു. ആന എവിടെ നിൽക്കണേ, അവിടെ നിൽക്കണേന്ന് പറഞ്ഞു. ആന അവിടെ നിൽക്കുക, ഞാനും ഇവിടെ ഇങ്ങനെ പായിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. എൻ്റെ കൂടെ പിള്ളേരുണ്ട്, എസംബരം അങ്ങനെ കിടക്കണു. പിന്നെ പരുന്ത് ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നു. മാനേട്ടൻ്റെ കൂടെ ഉള്ള ഒരു ചെക്കനും ഡ്രൈവറും മറ്റേ വേറെ ചെക്കനും കൂടിയിട്ട് ടയർ മാറ്റിയിട്ടിരിക്കുന്നു. അപ്പോഴാണ് ഈ ഉന്തെന്നുള്ള സൗണ്ട് കേൾക്കണേ. ഞാൻ ഇവിടുന്ന് ഓടി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും എൻ്റെ പുറകെ ആന. അവിടെ ഒച്ച പുള്ളി കേൾക്കുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് എനിക്ക് ഓടി ചെന്നില്ലേ, കുളത്തിയിട്ടും ഇല്ലല്ലോ. അർജുനാന ഓടി ഇങ്ങോട്ട് വന്നു. എന്താ അവിടെ പ്രശ്നം നടന്നത്? ആന ഓടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ എന്നെ ഓടിച്ചു വരാനാണോ അതെ ഈ എന്തിനാണെന്ന് അറിയില്ലല്ലോ. ആന അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നാൽ എൻ്റെ അടുത്ത്, ഞാൻ ഓടിയില്ലേ, എൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഒന്ന് നിന്നിട്ട് ആന ചോദിക്കാനാ ഞാൻ ഇടപെടണമെന്നാ ചോദിക്കുന്നത്. ഫു അപ്പം എനിക്ക് മനസ്സിലായി ഇവൻ നമ്മുടെ മുത്താണ്. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ അവനോട് സ്നേഹമായി തുടങ്ങി. പിന്നെ നാടനാനകൾക്ക് ഒരു ഭയങ്കര സ്നേഹമുള്ള ആനകളെ. നാടനാനകളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്നൊന്നും നമുക്ക് വഴങ്ങി തരില്ല. നമ്മൾ ഇവരെ ഇപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇവരെ ഡീൽ ചെയ്ത് ഇവരോട് സ്നേഹിച്ച് ഇവരെ പരിപാലിച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരുടെ മനസ്സിൽ നമ്മളോട് ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തന് നമ്മുടെ ദേഹത്ത് ഓടൂല. നാടനാനയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം അന്ന് മാനേട്ടനും ഭയങ്കര ഇതായിപ്പോയി. പറഞ്ഞു ആന അത്ര സീറ്റിങ് നമുക്ക് ആയല്ലോ. പിന്നെ ഞങ്ങൾ സന്തോഷമായിട്ട് ടയറൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ സന്തോഷമായി വെളുപ്പാങ്കാലത്ത് ഒരു 5:30-6 മണി സമയം ഞങ്ങൾ അവിടെ എത്തിയ വഴി തന്നെ വടക്കനാലിലേക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്. ഒരു എൻട്രിയിൽ ഇങ്ങനെ ആൾക്കാരുകൾ ഇങ്ങനെ നിൽക്കും നിറച്ച്. ഞാനന്നൊരു കറുത്ത ഒരു ഒരു ബനിയൻ, അന്ന് ബനിയനൊന്നും ഇടാറില്ല. ഞാനൊക്കെ അന്ന് ഈ ഇങ്ങനെ മെലിഞ്ഞിട്ടല്ലേ, എന്നിട്ട് മറ്റേ 40-42 സൈസ് ഷർട്ടൊക്കെ മേടിച്ചിട്ട് ഇടുക. എന്നിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ജനറേഷൻ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ കോല് പോലത്തെ ഷർട്ടും
അങ്ങനത്തെ മുണ്ടൊക്കെ എടുത്തിട്ട് നടക്കല്ലേ. ഇന്നല്ലേ ടൈറ്റൊക്കെ ആയിട്ടുള്ള ഷർട്ടുകളൊക്കെ ഇടുന്നത്. അന്ന് അങ്ങനെയല്ല. അന്ന് ഞാൻ ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് വരും, കയ്യൊക്കെ ഈ കന. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡാണ്. രാവിലെ അവിടെ നിൽക്കുമ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കും, പിന്നെ ഇവിടുത്തെ വീട്ടിൽ നിന്നുള്ളത് കഴിക്കും, പുറത്ത് പോയി കഴിക്കും. ഭക്ഷണം നല്ല കഴിക്കും, നല്ല പണിയും ചെയ്യും, ഇഷ്ടം പോലെ കാശും ചോദിക്കുമ്പോൾ കാശ് കാര്യങ്ങളൊക്കെ. അങ്ങനെ വടക്കനാലിൽ കൊണ്ടുവന്ന് ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കി ആ കൊക്കർണി പറമ്പ് കൊണ്ട് വെള്ളം കൊടുത്തിട്ട് തിരിച്ചിങ്ങനെ നടന്നിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ അങ്ങനെ ഇരിക്കുന്ന നല്ല 2 കാന നല്ല ഭംഗിയായി. ഞാനന്ന് ആ ഫോട്ടോസുകൾ കുറച്ചുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ 1-2 ഫോട്ടോ വടക്കനാലെല്ലാം നിന്ന സമയത്തുള്ള 1-2 ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ അന്ന് തന്നെ എടുത്ത് അങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് എടുത്ത് വെച്ചതും സുഹൃത്തുക്കൾ അയച്ചു തന്നതും. അത് ആ പരിപാടിക്ക് വന്നു വളരെ ഭംഗിയായിട്ട് ആ പരിപാടികളും കാര്യങ്ങളെല്ലാം എടുത്തു. ആൾക്കാർക്കൊക്കെ നല്ല അഭിപ്രായമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കാരാപ്പുള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പരിപാടിക്ക്, കാരാപ്പുള്ളിയാണോ അങ്ങനെ ഉണ്ടെന്നുണ്ട്, എല്ലാം ഇടമുട്ടം ഭാഗത്ത് എവിടെയോ ഒരു സ്ഥലത്ത് അവിടെ പരിപാടിക്ക് പോയി. ആനൂട്ടിന് പോയി. അവിടെ ചെന്നു. അന്ന് ഈ ഫേമസ് ആയ ആനകളൊക്കെ ഉണ്ട്. നമ്മുടെ വലിയ ആനകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ആ പരിപാടി സ്ഥലത്ത്. അത് കഴിഞ്ഞ് പരിപാടി സ്ഥലത്ത് കൊണ്ട് നിർത്തി. അപ്പം അന്ന് മഴ ഉണ്ടായിരുന്നു, മഴ സമയമായിരുന്നു. അപ്പോൾ വണ്ടി ബാക്ക് ഇറക്കി, മാനുവേട്ടൻ വണ്ടി ബാക്ക് അങ്ങോട്ട് ഇറക്കിയിട്ട് കുറച്ചങ്ങോട്ട് ഇറങ്ങിയാണ് പോയോട് കൂടിയിട്ട് വണ്ടി ചെറുതായിട്ട് താന്നു. അപ്പം ഞാൻ അമ്പലത്തിലാണ്. അപ്പം എല്ലാ ആനകളും വണ്ടിയിൽ. അപ്പം ഈ ആന പണിയുമെങ്കിലും ഈ ആന ഇത്ര ഷാർപ്പായിട്ടുള്ള ഒരു നമ്മൾ പ്രതീക്ഷിച്ചുള്ള. അപ്പം ഇതിനേക്കാളും കുറച്ചും കൂടി പണിയുന്ന ആനകൾ അവിടെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ വണ്ടി ബാഗ് എടുത്തപ്പോൾ താന്നുപോയി. താന്നത് കയറ്റാൻ ശ്രമിച്ച വഴി തന്നെ പിന്നെയും വണ്ടി താന്നു മതിയായ കുഴിയിലായി. രണ്ട് വീലും ബാക്കിലെ ഫുള്ള് താന്നു. ഒരു മാർഗ്ഗമില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് ആരോടാന്ന് പറഞ്ഞു, ഏതൊരു ആനക്കാരനോട് പറഞ്ഞു, ഒന്ന് വലിച്ച് കയറ്റി തായോ എന്ന് ചോദിച്ചപ്പോൾ അവൻ കുറേ വലിച്ചു നോക്കി, ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വേറെ മാർഗ്ഗമില്ല. പിന്നെ ക്രെയിൻ കൊണ്ടുവരണം വേറെ, അല്ലെങ്കിൽ JCB കൊണ്ടുവരണം, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഞാൻ ആനയുടെ മുകളിലേക്ക് കയറി. മോളിൽ കയറി ആന സൈഡിൽ നിന്നൊക്കെ ഒന്ന് അനക്കി നോക്കി, ഇല്ല. ലാസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് കെട്ടി ഇങ്ങനെ വലിച്ച് കയറ്റിയാനാ അർജുനാനങ്ങനെ വലിച്ച് മെടഞ്ഞിങ്ങനെ എടുത്തിട്ട് 2 ആട്ടം ഇങ്ങനെ ഒരൊറ്റ വലിയ അതേ വലിയ വണ്ടി കൂടെ. അങ്ങനെ പിന്നെ കീഴൂര് കാർത്തി മറ്റേ ഇവിടെ ആനൂട്ട്, കീഴൂര് ആനൂട്ടിന് പോയുമ്പോൾ നന്ദു, പിന്നെ വാക്കയിലെ മറ്റേ വിജയസുന്ദറാന ഇല്ലേ, ചാന്താനിക്കാട് വിജയസുന്ദറാന, അവനന്ന് ആനയെ കൊണ്ടാണ് അവിടെ വരുന്നത് പരിപാടി സ്ഥലത്ത്. അന്ന് അവിടെ വന്നിട്ട് ആനയ്ക്ക് ഈ പരിപാടി കഴിഞ്ഞ് ഊട്ട് കഴിഞ്ഞ് കയറ്റി നിർത്തിയ സമയത്തുണ്ട് 2 താഴെ മുട്ടി ഒലിക്കുക. ചെറിയ ചക്കാൻ ഈ മതിയായ ആനയെ കൊണ്ട് വന്നേക്കണം. നമുക്കൊക്കെ പേടിയായിനെ. കാരണം അമ്മാതിരി അഭ്യാസമുള്ള ആനയല്ലേ വിജയസുന്ദറാന. അതിനെയും കൊണ്ട് ഈ കൊച്ചിറക്കനാ വന്നേക്കണേ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ആനയെ കയറ്റാനായിട്ട് ഒന്ന് സഹായിച്ചോളൂടെ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്താ നമുക്ക് കയറ്റാൻ സഹായിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവൻ എനിക്കപ്പോഴത്തേക്കും പോകേണ്ട സമയം, എനിക്ക് വേറെ എവിടെയും പരിപാടി ഉണ്ടായിരുന്നു. അപ്പം മാനാട്ടം പറഞ്ഞു, നമുക്ക് നിൽക്കാൻ പറ്റില്ല, നമുക്ക് പോകണം, പരിപാടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നന്ദു എന്തപ്പോൾ ചെയ്യുക, എനിക്ക് പോകണമല്ലോ, ഇപ്പം പരിപാടി ഉണ്ട് പറയുന്നത് പറഞ്ഞു. അതിനിപ്പോൾ കുഴപ്പമില്ലട്ടെ, എന്നാൽ ചേട്ടാ പോകുമോ, ഞാൻ ഡീൽ ചെയ്തോളൂന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ഒലിച്ച് നിൽക്കാൻ ആനേനെ അയച്ചിട്ട് പോയിട്ടാ. അതൊക്കെ ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് തന്നെ ഇതായി പോവുക. കാരണം അത്രയും ടെററായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നന്ദു അതിനെ ഒരു ചങ്ങലില്ലാണ്ട് അയച്ചിട്ട് നടന്നതൊക്കെ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ പുള്ളിക്ക് കുറേ സ്വഭാവങ്ങളുണ്ട്. വൈലേശ്വരി ആനയുടെ ദേഹത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ കൈ വെച്ചാൽ അതിനെ നേടണം, അല്ലെങ്കിൽ അതിനെ തൊടരുത്. അതുമാതിരി പഴയ ആനക്കാരോട് അതിൽ ഇപ്പോഴും ആനയ്ക്ക് ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അതിൻ്റെ ദേഹത്ത് തല്ലിയിട്ടുള്ള ആൾക്കാരെ ആനയ്ക്ക് ഭയങ്കര ഇഷ്ടക്കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മാനുചേട്ടൻ, അത് ഞാൻ പിന്നെ പറയാം, ലാസ്റ്റ് പറയാം. അവിടെ നിന്ന് ആ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ഈ നമ്മളിപ്പോൾ ബാക്കിൽ ഒരാൾ നിൽക്കുകയാണ്, ആളാനെ തൊടാൻ വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊമ്പത്ത് പിടിച്ചിട്ടാണെങ്കിൽ നമ്മൾ വെറുതെ ബാക്കിലേക്ക് വന്ന് അവനെ സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് ആനേനെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ ആനെ തൊഴിച്ച് കാട്ടി കളയും. അത്ര മെമ്മറിയാണ്. അതുമാതിരി തന്നെ ഓരോരുത്തരെ തെരഞ്ഞു പിടിക്കുവാനാ. പൂരപ്പറമ്പിലേക്കൊക്കെ ചെന്നാൽ തല്ലിയ ആൾക്കാരാണെങ്കിൽ ആനയ്ക്ക് കണ്ടാ പറയാ, ഇവൻ എന്നെ തല്ലിയിട്ടുള്ളവനുള്ള അന്നാ നിങ്ങൾ തന്നെ ശേഷം പറയാനില്ലല്ലോ എന്ന് പറഞ്ഞ് പിടിക്കും. അങ്ങനെ ഇവിടെ കൂറ്റാണ്ട് ജയേട്ടനെ ഒരു തവണ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതുവരെ തന്നെ അതാണ് ആന, അങ്ങനെയാണ്. അതുപോലെ ആന ഒരുപാട് ആൾക്കാർ ഉപദ്രവിച്ചിട്ടുള്ള ആനയാണ് വൈലേശ്വരി അർജുന ആന. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഒരു 10-30 ആനകൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. 10 രൂപ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ കാര്യം പറഞ്ഞ് ഞങ്ങള് തെറ്റല്ല, ഞാൻ അവിടെ ആനയെ കൊണ്ട് കെട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒഴിവാകുമായിരുന്നു.
പിന്നെ ആ ആനേനെ കുറിച്ച് വേറെ ഇപ്പം ഞാൻ അവരൊന്നും പിന്നെ പരിപാടികൾ കഴിഞ്ഞ് കൊണ്ട് കെട്ടിക്കൊടുത്ത് ഒഴിവായി. എനിക്ക് വേറെ വലിയ അതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആന കയറിയ ആനക്കാരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണേട്ടൻ ആ ആനയിൽ നിന്ന് തന്നെ മരണപ്പെടുന്നത്. കൃഷ്ണേട്ടൻ മരണപ്പെടാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനയ്ക്ക് പുറത്തുള്ള ആൾക്കാരെ തീരെ താല്പര്യമില്ല. ആനപ്രേമികളെ ആനപ്രേമികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയെ വന്ന് നോക്കി പോണവരല്ല കേട്ടോ. ഇങ്ങനെ ഈ ആനയെ കാണുമ്പോൾ ഇങ്ങനെ തൊട്ട് തലോടി വെറുതെ നിൽക്കണ ആനേനെ പോയി തോണ്ടി ആനയുടെ നിന്ന് തൊഴിൽ മേടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവരെ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ആൾക്കാർ ഈ ആനേനെ പോയിട്ട് അതിൻ്റെ ബോർഡ് മെയിൻ ബോർഡ് നോക്കുക വൈലാശ്ശേരി ഇറങ്ങുന്നത് അത് 4 അടി നീങ്ങി നിൽക്കണം, അല്ലെങ്കിൽ അടിച്ച് ആന അമ്പലത്തിൽ കയറ്റും. മനസ്സിലായ നല്ല കിട്ടും അതിൻ്റെ ഇന്ന്. അതൊക്കെ സൂക്ഷിച്ചാൽ ഒരു കൊള്ളാം. ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസം പുള്ളിക്ക് നല്ല കോളുള്ള സമയം. ആ സമയത്ത് പുള്ളിനെ തൊടാനും മാതാനും തൊടാനും അതിൻ്റെ അടുത്ത് ചെല്ലാനും അതിനെ ഓരോന്ന് ചെയ്യാനും ചെന്നാൽ അത് പ്രതികരിക്കണം. ആനയത് നല്ല വിഗ് കിട്ടും. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തോളൂ. അല്ലെങ്കിൽ അല്ല, ശ്രദ്ധിച്ച് അതിൻ്റെ അടുത്ത് പോയി നിന്ന് അതിനെ കണ്ടാൽ തന്നെ കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്കാതായിരിക്കും കുറച്ച് നല്ലത്. കൃഷ്ണേട്ടനെ ചെയ്തത് ഞാൻ പറഞ്ഞ് കേട്ടത് ഇങ്ങനെയാണ്. നല്ല തൃത്താല ഭാഗത്തൊരു പരിപാടിക്ക് പോയ സമയത്ത് ആ പരിപാടി സ്ഥലത്ത് ചെന്നു. ആന രാത്രി പിന്നെ ഈ ഒരു 12 മണി 1 മണി സമയമാകുമ്പോൾ ഈ കമ്മിറ്റിക്കാർ വന്നിട്ട് നമ്മളെ വിളിക്കും. ചേട്ടാ എണിക്ക് പപ്പാനെ എണിക്ക്, ഇതേ സമയം എണിക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഈ വിളിക്കുന്ന സമയത്ത് ആള് ശരി എണിക്ക്, നീ പൊക്കോ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പം പായ സാധനങ്ങളൊക്കെ കമ്മിറ്റിക്കാരെ കൊടുക്കാറുണ്ട്. അപ്പം ചേട്ടാ പായ സാധനങ്ങളും വേണം, അതവിടെ കൊടുക്കേണ്ടത്, അത് തായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നു. അപ്പം പുള്ളി പറഞ്ഞു ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നോളാം, നീ അങ്ങോട്ട് പൊക്കോന്ന് പറഞ്ഞു. അവന് പായ സാധനങ്ങൾ അപ്പം തന്നെ കിട്ടണം. അപ്പം അന്ന് നിന്റെ പായ സാധനങ്ങൾ അപ്പത്തേക്കും മറ്റേ ചക്കല അയച്ച് ആനയെ അഴിച്ചു വിടുകയും ചെയ്തു. എല്ലാം ചെയ്ത് പൊടി തട്ടി ആനയെ അഴിച്ചും വിട്ട് ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഇവനവിടെ നിൽക്കണ്ടായിരുന്നു. ഇവൻ ഈ പായ സാധനങ്ങൾ എടുക്കാനായിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് കുരിഞ്ഞോട് കൂട്ടിയിട്ട് ആന കാണുന്നതാണ് വീണു അവൻ്റെ നേരെ വീണ വഴി കൃഷ്ണേട്ടൻ ആനയെന്ന് പറഞ്ഞിട്ട് കയറി പിടിച്ചതാണ്. പക്ഷെ അവനെ അടി കിട്ടിയത് കൃഷ്ണേട്ടായി പോയി. ആന പുള്ളിനെ വിചാരിച്ച് ചെയ്തതല്ല. സാധാ അറിയാതെ ആ ചട്ടക്കാരൻ ആന തിരിഞ്ഞു പോലും നോക്കില്ല. ആ ഒറ്റ അടി കിട്ടിയത് ഈ നെഞ്ചിൻ്റെ ഭാഗത്താണ് കിട്ടിയത്. ആ നല്ല കൊമ്പുകാനുള്ള ആനയല്ല. അടി കിട്ടിയോട് കൂടിയിട്ട് ആള് വീണു, സ്പോട്ടിൽ വീണു. എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത് തെറ്റായി പോയി, അബദ്ധം പറ്റി ആനയ്ക്ക്. ആന ആളെ എടുക്കാൻ സമ്മതിക്കണില്ല. ആളെ അവിടെ നിന്ന് എടുത്തൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നുവെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷെ എടുക്കാനായിട്ട് ആന മാറി എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറ്റാണ്ട് ചേട്ടനും പിന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെന്ന് ആന കുറേ ഒരു 1 മണിക്കൂർ സമയം ആന അവിടെ നിന്ന് നിന്നോർത്തുനിന്ന് ആന മാറ്റിയതിന് ശേഷമാണ് ആളെ എടുക്കാൻ പറ്റിയത്. അപ്പോഴത്തേക്കും ആൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാനിച്ചേട്ടനെ ഈ ആന തന്നെയാണ് കൊലപ്പെടുത്തിയത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാനിച്ച വിഷമത്തോടെ അല്ലാതെ എനിക്കത് പറയാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയായിട്ട് അത്രയധികം ബന്ധമുള്ള ഒരാളായിരുന്നു ഞാൻ മാറിക്കഴിഞ്ഞതിന് ശേഷം കൃഷ്ണേട്ടൻ തന്നെ ആന അഴിച്ചതിന് ശേഷം കൃഷ്ണേട്ടനാണ് ആന അഴിച്ചത്. ആ അഴിച്ച് ഞാൻ മാറി, കൃഷ്ണേട്ടൻ അഴിച്ചു. പരിപാടി സ്ഥലത്ത് അന്ന് പെരുമ്പാവൂരുള്ള പ്രതാപൻ എന്ന് പറഞ്ഞൊരു ചേട്ടാ ഈ ആനയെ പാട്ടത്തിനായിട്ട് എടുത്തായിരുന്നു. അപ്പം ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പാട്ടത്തിന് ആന എടുത്തത്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് പോരാൻ നിന്ന് പോരാന്നല്ല, എനിക്ക് അന്നത്ത് വേറെ തൃശ്ശൂർ കുറച്ച് പ്രശ്നങ്ങളുള്ള കാരണം കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് മുറിവോ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണങ്ങി ആന നല്ല ശരീരം കയറി നല്ല വണ്ടുപുറം പോലെ ആയി നല്ല സെറ്റപ്പാക്കിയിട്ട് ആന കെട്ടിപ്പോരുന്നു. ആ ശരീരം ഇതുവരെ ആനയുടെ പൊട്ടിയിട്ടില്ല. അന്നാ കയറ്റിയ ശരീരം ഇന്ന് വരെ പൊട്ടിയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ ആ ഒരു മെയിൻറ്റെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് മാനിച്ചേട്ടൻ ഈ ആനേനെ ഒരു തവണ, അതായത് ഞാൻ അഴിക്കണേക്ക് മുന്നേ ആന ഇവിടെ ഞാൻ രണ്ടാമത് അഴിക്കണതിൻ്റെ ഒരു കുറച്ച് നാൾ മുന്നേ മാനിച്ചേട്ടൻ ഈ ആന ഇരുത്താൻ നോക്കിയായിരുന്നു. ആന വടിയെടുത്ത് 4 അടിയൊക്കെ കൊടുത്ത്, പുള്ളി അങ്ങനെ ആനക്കാരനല്ലല്ലോ, അപ്പോൾ 4 അടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ആന ഇപ്പോൾ ഒരു സൈഡും കണ്ട് ഇരുന്നില്ല എന്നോ ഇരുന്നെന്ന് എന്താ പറയണ്ടായിരുന്നു. പക്ഷെ പുള്ളിയോട് ഈ ആനയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അത് കഴിഞ്ഞ് കൃഷ്ണേട്ടൻ അയച്ച സമയത്തൊക്കെ ആയപ്പോഴത്തേക്ക് ആനയ്ക്ക് നല്ല കൂളായി നല്ല പരിപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മൂവാറ്റുപുഴ പുഴക്കരക്കാവോ അങ്ങനെ ഒരു അമ്പലമില്ലേ, ആ അമ്പലത്തിൽ വെച്ചിട്ട് പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ പോണ സമയത്ത് റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മാനേട്ടൻ്റെ സ്റ്റൈലുണ്ട്, മുണ്ടൊന്നും ഇങ്ങനെ ഒരു മടക്കിയിട്ട് ഇങ്ങനെ കഷത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൺ കൈ പിടിച്ചിട്ട് താഴത്തേക്ക് നോക്കി സംസാരിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഈ ആന ഫ്രണ്ടിൽ പോയ ആന നടന്നു പോയപ്പോൾ ആ ആന നിന്നപ്പോൾ ഈ ആനയും നിന്ന വഴി മാനോട്ട് അത് കാണാണ്ട് ഇങ്ങനെ ചെന്ന് ബാക്കിൽ ചെന്ന് ഇങ്ങനെ ആനയുടെ മേത്ത് തട്ടിയോട് കൂടി ആന അമരത്തിൻ്റെ ഒരു അടിച്ചോടെ തെറിച്ച് വീണു. അങ്ങനെ തന്നെ തിരിഞ്ഞു വന്നിട്ട് ആന കുത്തി ചെയ്ത്, അങ്ങനെ കുത്തി ആന മൃഗീയമായിട്ട് ആന ഒരു 10-15 കുത്തു ആന കുത്തിയിട്ട് ആന മൃഗീയമായിട്ട് ആളെ കൊലപ്പെടുത്തി.
അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് തോന്നും പിന്നെ ഈ കൃഷ്ണേട്ടനും മരണപ്പെടുന്നത്. അപ്പൊ ഈ ആന നമ്മള് അർജുനൻ ആന എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജനിച്ചിട്ടുണ്ടായ ആനയാണ്. ഭയങ്കര ബുദ്ധിമാനായ ആനയാണ്. ആ ആനയ്ക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആന അത്രയധികം ബന്ധമുള്ള ഒരു ആന ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും ഞാൻ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് പേടിയാണ്. ഈ മകേഷ് കഴിച്ച സമയത്ത് ഒരു തവണ ഞാൻ ഏതൊരു അമ്പലത്തിൽ പരിപാടിക്ക് സ്റ്റേജ് സ്കൂളിൻ്റെ പരിപാടിക്ക് വേണ്ടി പോയപ്പോൾ ഈ ആന അവിടെ ഉണ്ടായിരുന്നു. അവിടെ അന്ന് ചെന്നപ്പോൾ ഈ ആന അന്ന് എന്നെ കണ്ട വഴി തന്നെ ആനയുടെ സ്വഭാവം മാറി. ഒരു കോളകളുടെ ആന കൈ പിടിച്ചു, നമുക്ക് വേണമെന്ന് ചോദിച്ചിട്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ കഴിഞ്ഞ വടക്കനാഥ കൂട്ടിന് ഞാൻ ഈ സാലിച്ചേട്ടൻ്റെ കൂടെ, സാലിച്ചേട്ടനാണ് ഇപ്പോൾ ആനയെ അയച്ചേക്കണേ. സാലിച്ചേട്ടൻ ആനയെ കൊണ്ടുവന്ന് വടക്കനാഥിൽ ഞാൻ നമ്മുടെ ഈ നന്ദപ്പനെയും കൊണ്ട് ചെന്നു. ഞാൻ അവിടെ നിന്ന് നിർത്തിയേക്കാ. സാലിച്ചേട്ടൻ അവിടെ നിന്ന് ആനയെ കയറ്റി കൊണ്ടുവന്നു, നേരെ കൊണ്ടുവന്ന് ഇതിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി. ഇതിൻ്റെ അടുത്ത് കൂടെ നിർത്തിയിട്ട് ഞാൻ ഇവിടെ നിൽക്കും. ആന അവിടെ നിലത്ത് നിൽക്കണം. ആനയ്ക്ക് എന്നെ വേണം, ആനയ്ക്ക് എന്നെ കിട്ടണം. ആന എന്നെ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അവനെ ഞാൻ സാലിച്ചേട്ടൻ്റെ അടുത്ത് എന്നെ വിട്ട് ഞാൻ അവനെ പോയി പിടിക്കട്ടെ, ഞാൻ അവനെ പോയി പിടിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. സാലിച്ചേട്ടാ ഇത് ചേട്ടൻ ഇച്ചിരി അങ്ങോട്ട് നീക്കി എടുത്തെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ കൂടുന്ന വേറെ ആനയെന്ന് കയറ്റി. ഞാനിപ്പോൾ നമ്മുടെ ആന ഞാൻ ആദ്യമായിട്ട് ഇത്രയും വർഷം കുറച്ച് വർഷങ്ങളായിട്ട് കൂട്ടാനയുടെ ഇടയിൽ പോവാണ്ട് കൊണ്ടുപോയി ഇതിനെ കൊണ്ടു നിർത്തിയൊക്കെ തീറ്റ് നിൽക്കണതിൻ്റെ ഇടയിൽ ഈ അടുത്തത് ഇടുത്തി പോലെ ഇതും വന്ന് നിൽക്കുക. എൻ്റെ സകലമാന കിളിയും പോയി. ഞാൻ വേറെ ഇപ്പുറം കിടന്നു നിന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ബിനു കൊണ്ടുവന്ന ആനേനെ ഇങ്ങോട്ട് കയറ്റി നിർത്തി. അപ്പം ഞാൻ എനിക്കിട്ട് സമാധാനമായി. ഞാൻ കണ്ടപ്പോൾ ആ ആനയുടെ ഈ ആനയുടെ ഇടയിൽ കയറി നിന്നു. ആ പരിപാടി കഴിയണ വരെ ഈ അർജുനാന ഒരു സാധനം തിന്നാൻ കൊടുത്തത് തിന്നാനൊന്നും ആൾക്ക് നേരില്ല. ആൾ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം ഇനി പിന്നെ പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാലും എനിക്കിനി ആ ആനയുടെ അടുത്ത് മുമ്പിൽ ചെല്ലുന്നത് വലിയൊരു ടാസ്ക്കാണ്. ആന അഴിച്ചിട്ടുള്ള ആനക്കാർക്ക് അത് അറിയാൻ പറ്റും. ഭയങ്കര വാശിയാന്നേ. ആന വിചാരിച്ചത് അവനോട് ഒരു ഇഷ്ടക്കുറവ് ആനയ്ക്ക് തോന്നിക്കഴിഞ്ഞാൽ ആന കൈ ഇങ്ങനെ പിടിക്കും. കൈ ഇങ്ങനെ എടുത്തിട്ട് കൊമ്പത്ത് കയറ്റി വെച്ചിട്ട് ഇത് ഇങ്ങനെയൊക്കെ നികന്ന് നിൽക്കും. അത് നിൽക്കണ്ടെങ്കിൽ ഇനി നിൽക്കണ ആ ആനയ്ക്ക് നിൽക്കണം ജോലി ചെയ്യണ പിള്ളേരോട് കൂടിയിട്ടാണ് പറയുന്നത്. എന്തായാലും ജുബീഷേട്ടാ കാണൂലോ, വീഡിയോസുകൾ എന്തായാലും കാണാറുണ്ട്. കാണുമ്പോൾ അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഇങ്ങനെയാണ് നിൽക്കുവാനാ. ആ നിൽക്കണത് വളരെ സൂക്ഷിച്ച് നിൽക്കണം. പിന്നെ പഴയതിലും വിട്ടിട്ട് കുറേയൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ അത്യാവശ്യം ജുബീഷേട്ടനായാലും അവരൊക്കെ ആന കൈകാര്യം ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ആദ്യം ആന സമ്മതിച്ചേർത്തില്ല. പിന്നെ ഇത്രയും വർഷങ്ങളായില്ലേ, അവരോട് സ്നേഹം കാണാണ്ടിരിക്കില്ലല്ലേ, അവരുടെ വീട്ടിലുള്ള ആനയല്ലേ. അപ്പം അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ പിന്നെ വളരെ കുറച്ച് കാലങ്ങളല്ലേ അതിന് വേണ്ടി പണിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ പരിപാടിക്കും കാര്യങ്ങളൊക്കെ വളരെ കുറച്ചാണ് ഞാൻ പോയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഈ ആനകൂട്ട് പരിപാടി, പിന്നെ അതിൻ്റെ മുറിവ് കേടുപാടുകൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയത് ഞാൻ തന്നെയാവുന്നു. കാരണം അത്ര അധികം ആനയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു 4-4.5 മാസം ശരിക്കും ആ മുറിവുകൾ ഉണക്കാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ലാസ്റ്റ് ആന വരുമ്പോൾ നല്ല ഭംഗി, എല്ലാം മുറിവ് ഉണങ്ങി കാലൊക്കെ റെഡിയായി മിടുക്കനായിട്ടാണ് നമ്മൾ പുറപ്പെടും കൊണ്ടുവന്നത്. അപ്പം നമുക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് ഇനി ഇല്ല. അടുത്ത ഇനി കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ ഇനി ഷോർട്സ് വീഡിയോസ് മാത്രമാണ് കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ ഇടാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പരിപാടികളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പരിപാടികളുടെ ഇടയിൽ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, അല്ല നമുക്ക് ഇടാം. പിന്നെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, ഫോണിൽ വിളിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അവർക്ക് കേട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഏകദേശം 17,000 സബ്സ്ക്രൈബർ കഴിഞ്ഞ് 18,000-ലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അതുമാതിരി തന്നെ ഇൻസ്റ്റാഗ്രാമും നല്ല അത്യാവശ്യം ഈ പറഞ്ഞ പോലെ 18.6K ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിലുള്ള അത്രയും സുഹൃത്തുക്കൾ എന്നെ എൻ്റെ ഈ യൂട്യൂബിലും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ കാണാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും അങ്ങനത്തെ വീഡിയോസുകൾ എന്നെ കൊണ്ട് എനിക്കറിയാവുന്ന രീതിയിലുള്ള വീഡിയോസുകൾ നമുക്ക് ചെയ്യാം. അടുത്തത് മനുസ്വാമി മഠം ആദിനാരായണനായുടെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. എനിക്കറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പഴയ മൺമറഞ്ഞ് പോയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെ കുറിച്ചിട്ടുള്ള വീഡിയോസുകളൊക്കെ നമുക്ക് എന്നെ കൊണ്ടാവുന്ന വിധം അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോസുകൾ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ പഴയ ആനക്കാരുകളെയൊക്കെ നമുക്ക് രംഗത്തേക്ക് വീണ്ടും കൊണ്ടുവരാം. പഴയ അവരുടെ ഇൻ്റർവ്യൂ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന ഓരോ ആനക്കാരുടെ രീതികൾ, ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ ആന അഴിച്ച് കെട്ടാനുള്ള അവരുടെ മിടുക്കുകൾ, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, കാര്യങ്ങൾ,
ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ല ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. പിന്നെ ആനകളെ കുറിച്ച് നമുക്ക് പിന്നെ ലോറിയിൽ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി കുറേശ്ശെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ വീണ്ടും കാണാം കേട്ടോ. അപ്പം എല്ലാ കൂട്ടുകാർക്കും അപ്പം ഞാൻ പറഞ്ഞു, കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ കുറച്ച് വീഡിയോസുകൾ ലോങ് വീഡിയോ കുറവായിരിക്കും, എന്നാലും ഷോർട്സ് വീഡിയോ ഉണ്ടാവും. നമ്മൾ എവിടെയാണ് എന്താണ് നമ്മൾ എന്ത് ചെയ്യണോ ഏത് കാര്യങ്ങളെന്നൊക്കെ അപ്ഡേറ്റ് ആയിരിക്കും ആയിട്ട് നിങ്ങളെ അറിയിക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.